അസ്സലാമു അലൈക്കും. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും മഹത്തായ അനുഗ്രഹങ്ങളിലൊന്നാണ് റമദാൻ മാസം. ഇത് കരുണയുടെ, മാപ്പിന്റെ, നരകമോചനത്തിന്റെ മാസമാണ്. ഈ വിശുദ്ധ മാസത്തിൽ മുസ്ലിങ്ങൾ നോമ്പ് നോറ്റ് അള്ളാഹുവിന് അടുക്കുകയും ആത്മീയമായി ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ഈ മാസത്തിൽ ചില കാര്യങ്ങൾ നിർബന്ധമായും ഒഴിവാക്കണം. ആദ്യമായി ഉദ്ദേശപൂർവം ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുന്നത് നോമ്പ് തകർക്കുന്ന കാര്യമാണ്. സുബഹി മുതൽ മഗ്‌രിബ് വരെ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കണം. ഇത് നോമ്പിന്റെ അടിസ്ഥാന നിയമമാണ്. കള്ളം പറയൽ വലിയ പാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കള്ളവും തെറ്റായ പ്രവൃത്തികളും ഉപേക്ഷിക്കാത്തവന്റെ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നത് അള്ളാഹുവിന് ആവശ്യമില്ല. അതിനാൽ നോമ്പ് നോൽക്കുന്ന ഒരാൾ എപ്പോഴും സത്യം പറയണം. മറ്റുള്ളവരെ കുറിച്ച് പിന്നിൽ തെറ്റായി സംസാരിക്കുന്നത് വലിയ പാപമാണ്. അശ്ലീലമായ കാര്യങ്ങൾ കാണുകയും പറയുകയും ചെയ്യുന്നത് ഒഴിവാക്കണം. കണ്ണും നാവും മനസ്സും പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കണം. റമദാൻ മാസം ആത്മീയ ശുദ്ധീകരണത്തിനുള്ള മാസമാണ്. കോപവും വഴക്കുമെല്ലാം ഒഴിവാക്കണം. ആരെങ്കിലും നമ്മോട് തർക്കിക്കാൻ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ഞാൻ നോമ്പിലാണ് എന്ന് പറഞ്ഞ് വിട്ടുമാറണം. നമസ്കാരം ഉപേക്ഷിക്കൽ വളരെ വലിയ തെറ്റാണ്. നോമ്പ് നോൽക്കുകയും ഫർള് നിസ്കാരങ്ങൾ നിർബന്ധമായി നിർവഹിക്കുകയും ചെയ്യണം. നമസ്കാരം ഇല്ലെങ്കിൽ നോമ്പിന്റെ ആത്മീയ ഫലം കുറയും. സമയം വെറുതെ കളയരുത്. മൊബൈൽ, ഗെയിം, അനാവശ്യ കാര്യങ്ങൾ എന്നിവയിൽ സമയം കളയാതെ ഖുർആൻ ഓതാനും ദിക്റും ദുആയും ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം. ഹറാം ദൃശ്യം കാണൽ ഒഴിവാക്കണം. നമ്മുടെ കണ്ണുകൾ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കണം. ദിവസം മുഴുവൻ ഉറങ്ങുന്നത് നല്ലതല്ല. റമദാൻ മാസത്തിലെ വിലപ്പെട്ട സമയം നല്ല പ്രവൃത്തികൾക്ക് ഉപയോഗിക്കണം. ഇഫ്താറിൽ അധികമായി ഭക്ഷണം കഴിക്കൽ ഒഴിവാക്കണം. മിതമായി ഭക്ഷണം കഴിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ പഠനം. ഖുർആൻ പാരായണം ഒഴിവാക്കരുത്. റമദാൻ ഖുർആൻ അവതരിച്ച മാസമാണ്. അതിനാൽ കൂടുതൽ ഖുർആൻ ഓതുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണം. ദാനം ചെയ്യാതിരിക്കുക വലിയ തെറ്റാണ്. റമദാൻ മാസത്തിൽ സ്വതക്കയും സക്കാത്തും നൽകി മറ്റുള്ളവരെ സഹായിക്കണം. അത്താഴം ഒരിക്കലും ഒഴിവാക്കരുത്. അത്താഴം കഴിക്കുന്നത് ഒരു വലിയ സുന്നത്താണ്. അതിൽ ബറക്കത്ത് ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. റമദാൻ മാസം വെറും വിശപ്പും ദാഹവും സഹിക്കുന്ന മാസമല്ല. നമ്മുടെ നാവിനെയും കണ്ണിനെയും ഹൃദയത്തെയും പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ആത്മീയ മാസമാണ് റമദാൻ മാസം. അള്ളാഹു നമ്മെ റമദാൻ മാസത്തിന്റെ മഹത്വം മനസ്സിലാക്കി ശരിയായ രീതിയിൽ നോമ്പ് പാലിക്കുന്നവരാക്കട്ടെ. അള്ളാഹു നമ്മുടെ നല്ല പ്രവർത്തികളെല്ലാം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു ക്ഷമിച്ചു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.